നമുക്കിനി കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. അവിടെ പാളയത്ത് ബിജുവിന്റെ മരണം അരും കൊലയാണെന്ന് പോലീസ്. ബിജുവിന്റെ മൃതദേഹത്തിൽ 45 മുറിവുകൾ കണ്ടെത്തി. കഴുത്തിന് മുൻപിലും പിൻഭാഗത്തും 18 കുത്തികളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാവാം കൃത്യം നടത്തിയിരുന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് പാളയത്തെ ഒറ്റമുറി വീട്ടിൽ ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, കൊലപാതകമാണെന്ന് അപ്പോൾ തന്നെ കുടുംബം സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. കുത്തുകളുടെ സ്വഭാവം കാണുമ്പോൾ നടന്നത് അരുൺ കൊലയാണ് എന്നാണോ പോലീസ് പറയുന്നത്? അഭിജിത്ത്. അരുൺ, തീർച്ചയായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നടന്നത് ഒരു അരുൺ കൊലയാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ശരീരത്തിൽ ആ സകലം 45ഓളം മുറിവുകളുണ്ട്. ഈ ശരീരത്തിന് മുന്നിലും പിന്നിലുമായി 18ഓളം കുത്തുകളാണ് ഇയാൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കിച്ചൺ കത്തി, അതായത് അടുക്കളയിലൊക്കെ നമ്മൾ സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാകാം ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഈ സംഭവം നടന്നത് അരുൺ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. പക്ഷേ ഇതുവരെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു കാരണമായി നമുക്ക് ഒരുപക്ഷെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഈ പാളയം മാർക്കറ്റിനോട് ചേർന്നാണ് ഈ ബിജുവിന്റെ വീടുള്ളത്. അവിടെ അതിന് സമീപത്തായി CCTV ദൃശ്യങ്ങളില്ല, മറിച്ച് പാളയം മാർക്കറ്റിലെ CCTV ദൃശ്യങ്ങളൊക്കെയാണ് പോലീസിന് ശേഖരിക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വേണം ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ. അത് പോലീസിനെ അല്പം കുഴക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില സൂചനകൾ ഏതായാലും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ വന്നപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, ഷൗക്കത്ത് അലി പറഞ്ഞത് ഇതൊരു കൊലപാതകമാണ്, അതിന്റെ സൂചനകളാണ് ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഇതൊരു അരും കൊലയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു കുടുംബം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട് അരുൺ. അത് ഈ കൊലപാതകത്തെ, അത് അങ്ങനെയാണെങ്കിൽ അത് ഈ കൊലപാതകത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കി മാറ്റുന്നുണ്ട്. ബിജുവിന്റെ വീടിന് സമീപത്തായി നിരവധി ലഹരി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെക്കുറിച്ചൊക്കെ പോലീസിന് ബിജു വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ബിജു ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രതികാരമാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണം. പോലീസിനും അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് കുറച്ചുകൂടി ഗൗരവത്തിൽ പോലീസ് അതിനെ കാണേണ്ടി വരും. കാരണം ഓപ്പറേഷൻ തൂഫാൻ വലിയ രീതിയിൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധനകളും ഒക്കെ അന്വേഷണങ്ങളും ഒക്കെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ വിവരം നൽകിയ ആളെയാണോ ഈ രീതിയിൽ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. നിലവിലേതായാലും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്ന കാര്യം. അഭിജിത്ത്, ഒരു കാര്യം കൂടി, നല്ല മഴയുണ്ടല്ലോ, നല്ല ശബ്ദവും കേൾക്കുന്നു, കുടയും പിടിച്ച് നിപ്പാണ്. രാവിലെ തുടങ്ങിയ മഴയാണോ? അരുൺ, നല്ല മഴയാണ്, ശക്തമായ രീതിയിലുള്ള കാറ്റുണ്ട്. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അല്പം ഒന്ന് മഴ കുറഞ്ഞത് അരുൺ. രാവിലെ മുതൽ നല്ല ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കനത്ത മഴയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയോടുകൂടിയുള്ള ഇടിയോടുകൂടിയുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഭിജിത്ത് ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട്ടും നല്ല മഴയാണ്. രാവിലെ തന്നെ കോഴിക്കോട്, മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്നലെ കളി തീരുന്ന സമയത്ത് കോട്ടയത്തും ഒക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയുണ്ട്, ചെറിയ വെയിലൊക്കെ കണ്ടിട്ട് കുടയെടുക്കാതിരിക്കാൻ മറക്കണ്ട. ആകപ്പാടെ നനഞ്ഞു കുളിച്ചായിരിക്കും തിരിപ്പ് വീട്ടിൽ കയറുക.